ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അജിത സിമ്പിൾ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഞാൻ അജിത ശിവറാം. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് THE എന്നത് ദ എന്നാണോ ദി എന്നാണോ പറയുക എന്നുള്ളത്, അല്ലേ? ചിലരൊക്കെ ദ എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്, ചിലരൊക്കെ ഡി എന്നും പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. ഇതിലേതാണ് കറക്റ്റ്? ദി എന്നും ദ എന്നും എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസിലൂടെ നമുക്ക് ദ ദി എന്നിവ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ താഴെ തന്നിട്ടുള്ള വേർഡ്സുകളെല്ലാം തന്നെ കോൺസണൻറ്റ് സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലേ? THക്ക് ശേഷം വരുന്ന എല്ലാ വേർഡ്സുകളും കോൺസണൻറ്റ് സൗണ്ട്സിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഡോഗ്, പെൻ, ട്രെയിൻ, ടീച്ചർ, ഡോക്ടർ എല്ലാം തന്നെ കോൺസണൻറ്റ് സൗണ്ട്സുകളാണ്. എന്താണ് കോൺസണൻറ്റ് സൗണ്ട്സ് എന്നും എന്താണ് വവൽ സൗണ്ട്സ് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. സ്റ്റുഡൻസിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ്സാണത്, എല്ലാവരും അത് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇനി അടുത്ത കുറച്ച് വേർഡ്സുകൾ നമുക്ക് നോക്കാം. ആപ്പിൾ, എർത്ത്, ഇങ്ക്, ഓറഞ്ച്, അംബ്രല്ല. ഈ വേർഡ്സുകളെല്ലാം തന്നെ വവൽ സൗണ്ട്സിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലേ? കോൺസണൻറ്റ് സൗണ്ട്സ് എന്നാൽ വ്യഞ്ജനാക്ഷരങ്ങളാണെന്ന് നമുക്കറിയാം. മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങളെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ കോൺസണൻറ്റ് സൗണ്ട്സ് എന്ന് പറയുന്നത്, അല്ലേ? ഇനി വവൽ സൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഇംഗ്ലീഷിലെ വവൽ സൗണ്ട്സ്? AEIOU, അല്ലേ? ഇംഗ്ലീഷിൽ 26 ലെറ്റേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ 5 ലെറ്റേഴ്സ് വവൽസ് ആണ്, അല്ലേ? അപ്പോൾ 5 ലെറ്റേഴ്സ് കഴിച്ച് ബാക്കി വരുന്ന എല്ലാ ലെറ്റേഴ്സും കോൺസണൻറ്റ് സൗണ്ട്സുകളാണ്, കോൺസണൻറ്റ് ലെറ്റേഴ്സാണ്. ഓക്കെ, ഇവിടെ ആപ്പിൾ, എർത്ത്, ഇങ്ക്, ഓറഞ്ച്, അംബ്രല്ല എന്നീ വേർഡ്സുകളെല്ലാം തന്നെ വവൽ സൗണ്ട്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങളെ നമ്മൾ ഇംഗ്ലീഷിൽ കോൺസണൻറ്റ് സൗണ്ട്സുകൾ എന്നാണ് പറയുന്നത്. അതുപോലെ മലയാളത്തിലെ സ്വരാക്ഷരങ്ങളെ ഇംഗ്ലീഷിൽ എന്താ പറയുക? വവൽ സൗണ്ട്സുകൾ എന്ന് പറയുന്നു. ഇക്കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ആദ്യം തന്ന കുറച്ച് വേർഡ്സുകൾ കോൺസണൻറ്റ് സൗണ്ട്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? എന്നാൽ അടുത്ത കുറച്ച് വേർഡ്സുകൾ വവൽ സൗണ്ട്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതൊക്കെ വേർഡ്സുകളാണോ THക്ക് ശേഷം കോൺസണൻറ്റ് സൗണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നമ്മൾ THE എന്നത് ദ എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, ദ ഡോഗ്, ദ പെൻ, ദ ട്രെയിൻ, ദ ടീച്ചർ, ദ ഡോക്ടർ. ഓക്കെ, ഇനി ഏതൊക്കെ വേർഡ്സുകളാണോ THക്ക് ശേഷം വവൽ സൗണ്ട്സിൽ ആരംഭിക്കുന്നത് അവിടെ നമ്മൾ THE എന്ന വേർഡിനെ ദി എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ദി ആപ്പിൾ, ദി എർത്ത്, ദി ഇങ്ക്, ദി ഓറഞ്ച്, ദി അംബ്രല്ല എന്നിങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ദി ആപ്പിൾ എന്ന് പറയുമ്പോൾ ഒരുമിച്ചാണ് പറയേണ്ടത്. ദി ആപ്പിൾ എന്നാണ്. ഈ Y എന്ന ഒരു ലെറ്റർ അവിടെ ജോയിൻ ചെയ്തുകൊണ്ട് രണ്ട് വേർഡ്സുകളെ കണക്റ്റ് ചെയ്തുകൊണ്ടാണ് പറയേണ്ടത്. നിർത്തി പറയരുത്, ഗ്യാപ്പ് വരാൻ പാടില്ല. ഓക്കെ, ദി ആപ്പിൾ, ദി എർത്ത്, ദി ഇങ്ക്, ദി ഓറഞ്ച്, ദി അംബ്രല്ല. ഇങ്ങനെ Y എന്ന ഒരു സൗണ്ട്, യാ എന്നൊരു സൗണ്ട് അവിടെ വന്നുകൊണ്ട് വേണം നമ്മൾ ആ വേർഡ്സുകൾ രണ്ടും കൂടി കണക്റ്റ് ചെയ്തിട്ട് വേണം പറയാനായിട്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ദ, ദി എന്നിവ എവിടെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കോൺസണൻറ്റ് സൗണ്ട്സിന് മുന്നിലാണ് THE വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ദ എന്നാണ് പറയേണ്ടത്. എന്നാൽ വവൽ സൗണ്ട്സിന് മുന്നിലാണ് THE വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ദി എന്നാണ് പറയേണ്ടതെന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ഫ്രം അജിത ശിവറാം.